ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെറിയ രസം എന്ന് പറയാൻ കാര്യം നമ്മളിതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ രസം ഉണ്ടാക്കിയേക്കണേ. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു കറുത്ത മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിന് കടുകും കൂടി ഇടുന്നുണ്ട്. ഈ കടുകിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ കടുക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവ ചേർക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവ ഇല്ലാതിരുന്നു കൊണ്ടിട്ടാണ്. ഇപ്പോൾ ഉലുവ കയ്യിലുള്ളവരാണെങ്കിൽ കടുക് പൊട്ടിയൊന്ന് കഴിയുമ്പോഴത്തേക്കും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കടുക് ഇട്ടിരിക്കുന്നത് എല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്തേക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റി, അത് നന്നായിട്ട് മുരിയിച്ചൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്നും വഴറ്റിയെടുക്കണം. പിന്നെ രസത്തിനൊക്കെ നമ്മൾ സവാള അരിയുമ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ അരിയണം കേട്ടോ. ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ എന്തോരം ചേർക്കുന്നോ അത്രയും നല്ലതാണ് രസത്തിന്. നമ്മുടെ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവരാണെങ്കിൽ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും അത്യാവശ്യം ചതച്ച്, നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടല്ല, അത്യാവശ്യം ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ജസ്റ്റ് ഒന്ന് കല്ലിട്ട് പൊട്ടിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഈ ഒരു രീതിയിൽ, ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. തക്കാളി നമുക്ക് നന്നായിട്ട് ഈ തക്കാളി വാട്ടുന്ന പോലെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നന്നായിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാവരുത് നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വാടും. അപ്പം നമ്മൾ ഇളക്കൽ നിർത്തരുത്. നമ്മൾ ഇനി എന്തൊക്കെയാണ് ചേർക്കാനുള്ളത് അത് പെട്ടെന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ എല്ലാ സവാളയിലും തക്കാളിയിലും നന്നായിട്ട് ഉപ്പ് പിടിക്കുന്നവരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിന്നെയും ഇളക്കുക. നമ്മൾ ഈ സവാള ഇട്ടിരിക്കുന്നതുകൊണ്ട് സവാള പെട്ടെന്ന് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയുടെ ഒപ്പം തന്നെ കുറച്ച് നേരം സവാള ഇളക്കുക. എന്നിട്ടൊന്ന് പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കാതെ വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ ഇളക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പരുവം മതി നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർക്കേണ്ടവർക്ക് കുരുമുളക് പൊടിയോ കുരുമുളകോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതിടാം കേട്ടോ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കാം. ഇനിയിപ്പോൾ ഉലുവ ഇല്ലാത്തവർ ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി, പിന്നെ ഈ മസാലപ്പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കുക. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് വളരെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കൊടംപുളി ഇട്ട് വെച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വാളംപുളി അല്ല ഈ രസത്തിന് എടുക്കുന്നത്. കൊടംപുളി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കഴുകിയ കൊടംപുളി ഇട്ട് വെച്ചതാണ്. നമ്മൾ 2-3 അല്ലി കൊടംപുളിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം പിന്നെയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. നമ്മുടെ കുടംപുളിയുടെ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണം വെള്ളത്തിലേക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മൂടി തുറന്ന് ഒന്നും കൂടി ഇളക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് നമ്മുടെ രസത്തിൻ്റെ പ്രിപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ഉലുവ ചേർത്തിട്ടില്ല, കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല. ഉലുവ അല്ലെങ്കിൽ ഉലുവപ്പൊടി, കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി അത് ചേർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഉള്ളവർ അത് ചേർക്കാൻ മറക്കരുത്. പിന്നെ വെളുത്തുള്ളി, ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവരാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ കൂടുതലും ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രസത്തിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രസം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്